നിലമ്പൂർ നഗരസഭയിൽ UDFിനെ അധികാരത്തിലേറ്റിയ ജനങ്ങളെ വെല്ലുവിളിച്ച് UDF ഭരണസമിതി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ച പദ്ധതികൾ നിർത്തിവെച്ച് ഫണ്ട് വെട്ടിക്കുറച്ചു. LDF ഭരണസമിതി അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച 12 കോടിയുടെ 11 പദ്ധതികളാണ് ഏകപക്ഷീയമായി UDF ഭരണസമിതി ഒഴിവാക്കിയത്. നഗരസഭയിൽ വികസന മുരടിപ്പും ഭരണസ്തംഭനവുമാണ് നടക്കുന്നത്. ഇതിനെതിരെ LDFിന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുവാൻ തീരുമാനിച്ചതായി CPIM നേതാക്കൾ അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിലെ UDF ഭരണം അധികാരമേറ്റെടുത്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ഈ ഭരണസമിതി. ഓരോ ദിവസവും നഗരസഭ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വർഷം നടപ്പിലാക്കാൻ തീരുമാനിച്ച 12 കോടി രൂപയുടെ 11 പദ്ധതികൾ വെട്ടിക്കുറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് പണം നീക്കിവെച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികളാണിവ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. മുൻ ഭരണസമിതി 5 കോടി രൂപ നീക്കിവെച്ച് 50 ലക്ഷം രൂപ നഗരസഭ ഫണ്ട് അതിനായി നീക്കിവെക്കുകയും അതിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചതുമാണ്. ഈ ഭരണസമിതി അതിലെ പ്രവൃത്തി തുടങ്ങാനുള്ള 50 ലക്ഷം രൂപയിൽ നിന്ന് 49 ലക്ഷം രൂപ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് വായ്പാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല. രണ്ടാമത് മയ്യന്താനിയിലെ നഗരസഭാ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയത്തിന് 37 ലക്ഷം രൂപയാണ് മുൻ ഭരണസമിതി അനുവദിച്ച് ടെൻഡർ പൂർത്തിയാക്കിയത്. നമുക്കറിയാം, കേരളത്തിലെ ഭിന്നശേഷി സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന് മുൻ ഭരണസമിതിക്ക് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ മികച്ച നഗരസഭയ്ക്കുള്ള അംഗീകാരവും അവാർഡും നൽകിയതാണ്. ജില്ലയിൽ ഭിന്നശേഷി പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി നഗരസഭ സ്ഥലം കണ്ടെത്തുകയും അതിന് വിശദമായ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ മുൻ ഭരണസമിതി നീക്കിവെക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതുമാണ്. അതുപോലെ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാടിന് സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള EMS സ്ക്വയർ നിർമ്മിക്കാൻ 5 ലക്ഷം രൂപ നിലമ്പൂർ ടൗണിൽ അനുവദിച്ചത് തുടങ്ങി 11ഓളം വരുന്ന പദ്ധതികളാണ് ഈ ഭരണസമിതി അട്ടിമറിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ നമുക്കറിയാം, മുൻ ഭരണസമിതിയും കേരളത്തിലെ സർക്കാരും നിലമ്പൂർ നഗരസഭയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ നിലമ്പൂരിലെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന നിലമ്പൂർ ഗവൺമെൻറ് UP സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടപ്പാക്കാൻ ഇനിയും നഗരസഭ തയ്യാറായില്ല. അതുപോലെ നഗരസഭയിലെ വീട്ടിക്കുത്ത് സ്കൂൾ ഒരു കാലത്ത് അടച്ചുപൂട്ടാൻ, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്ന വീട്ടിക്കുത്ത് സ്കൂളിനെ പുതിയ രൂപത്തിലേക്കുള്ള നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഏറെ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 4 കോടി രൂപയാണ് അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചത്. ടെൻഡർ നടപടി പൂർത്തിയാക്കിയത് നഗരസഭയുടെ പിടിപ്പുകേട് കാരണം ഇതുവരെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേപോലെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ നഗരസഭയിലെ 5 ഹെൽത്ത് സെൻ്ററുകൾക്ക് 50 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച തുക അരുവാക്കോട് ഹെൽത്ത് സെൻറ്റർ, രാമങ്കുത്ത് ഹെൽത്ത് സെൻറ്റർ, പയ്യമ്പള്ളി ഹെൽത്ത് സെൻറ്റർ, പാത്തിപ്പാറ ഹെൽത്ത് സെൻറ്റർ, അതുപോലെ കരിമ്പുഴയിലെ ഹെൽത്ത് സെൻറ്റർ, ഇവ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ വീതം നീക്കിവെച്ച് അനുവദിച്ച തുക ഉപയോഗപ്പെടുത്താൻ ഈ ഭരണസമിതി തയ്യാറായില്ല. അതേപോലെ മുമ്മുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം, അതിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സഹായത്തോടുകൂടി 1.5 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് അതിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാൻ ഈ ഭരണസമിതി തയ്യാറായില്ല. സംസ്ഥാന ബഡ്ജറ്റിൽ
കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് മുൻ സർക്കാർ ഇവിടേക്ക് അനുവദിച്ചത്. നമുക്കറിയാം, മുമ്മുള്ളിയിലെ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം, അതേപോലെ മുതിരിയിൽ സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ നീക്കിവെച്ചു. പയ്യമ്പള്ളിയിൽ മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ മുൻ സർക്കാർ നീക്കിവെച്ചു. ജനതപ്പടിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡ് ക്രോസ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുട് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ മുൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ ആസാദ് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ മുൻ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. കൊളക്കണ്ടത്ത് പാലിയേറ്റീവ് കെയർ സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ആ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അമ്യൂണിറ്റി സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ മുൻ സർക്കാർ അനുവദിച്ചിരുന്നു. ഈ പദ്ധതികൾക്കാകെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി വാങ്ങുന്നതിനും ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ധനകാര്യ വകുപ്പിൽ നിന്ന് ഇതിന് അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറായില്ല. ഇങ്ങനെ 6 മാസക്കാലം കൊണ്ട് നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി എന്ന നിലയിലേക്ക് ഈ ഭരണസമിതി മാറിയിരിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് നഗരസഭയുടെ പിടിപ്പുകേടിനും ഭരണസ്തംഭനത്തിനുമെതിരായി ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 LDFിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും LDF പ്രവർത്തകരും നഗരസഭയ്ക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം 5 കോടി രൂപയ്ക്ക് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരുന്നു. തുടർ നടപടി ഉണ്ടായില്ല. മയ്യംതാനി ഗ്രൗണ്ട് നവീകരണം 27 ലക്ഷം, മുതുകാട് ഭിന്നശേഷി പാർക്ക് DPR 20 ലക്ഷം, EMS സ്ക്വയർ 5 ലക്ഷം തുടങ്ങി 11 പ്രവൃത്തികളാണ് ഒഴിവാക്കിയത്. UDF അധികാരത്തിൽ വന്നതിന് ശേഷം മുൻ സർക്കാരും നഗരസഭയും ഫണ്ട് നീക്കിവെച്ച പദ്ധതികൾ നടപ്പാക്കുവാൻ തയ്യാറാകുന്നില്ല. ചെട്ടിയങ്ങാടി UP സ്കൂൾ 1 കോടിയുടെ കെട്ടിട നിർമ്മാണം, 4 കോടി രൂപയുടെ വീട്ടിക്കുത്ത് സ്കൂൾ കെട്ടിട നിർമ്മാണം, 50 ലക്ഷം രൂപ നീക്കിവെച്ച് ഒരുവാക്കോട്, രാമംകുത്ത്, പയ്യമ്പള്ളി, പാത്തിപ്പാറ, കരിമ്പുഴ എന്നീ ഹെൽത്ത് സെന്ററുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം എന്നിവ നഗരസഭയുടെ പിടിപ്പുകേട് കാരണം പ്രവൃത്തികൾ വൈകുന്നു. മുൻ സർക്കാർ ബഡ്ജറ്റിൽ അനുവദിച്ച മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും മുതിരി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 1 കോടി രൂപ അനുവദിച്ചതും പയ്യമ്പള്ളിയിൽ മാനസികാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ അനുവദിച്ചതും ആസാദ് ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 1 കോടി അനുവദിച്ചതും ജനതപ്പടിയിൽ ഫുട് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് 1 കോടിയും ടൗണിൽ വനിതകൾക്ക് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നതിന് 50 ലക്ഷവും കൊളക്കടത്ത് പാലിയേറ്റീവ് കെയർ സെന്റർ നിർമ്മാണത്തിനായി 50 ലക്ഷവും അനുവദിച്ചിരുന്നു. നഗരസഭയുടെ വീഴ്ച കാരണം മേൽ പദ്ധതികൾക്ക് തുടർച്ചയുണ്ടായില്ല. ഇതിനെതിരെ ജൂലൈ 7 രാവിലെ 10:30 LDFിന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുവാൻ LDF മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനിച്ചു. യോഗത്തിൽ കക്കാടൻ റഹീം, PM ബഷീർ, സ്കറിയ കനാത്തോപ്പിൽ, T ഹരിദാസൻ, VC ശ്രീധരൻ, അരുൺ ദാസ്, മൂർഖൻ മുജീബ്, ഷൗക്കത്ത് അലി വേട്ടേക്കോടൻ, സംഷു എന്നിവർ സംസാരിച്ചു. SS Gold, pure gold. SS Group, Nilambur.